Good morning students. Today we are discussing about working capital turnover ratio. Before going to working capital turnover ratio, you must know about working capital. What is working capital? Working capital is the capital of a business which is used in its day-to-day trading operations calculated as the current assets minus current liabilities. Okay. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തിനെയാണ്? ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് എ ബിസിനസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഇറ്റ്സ് ഡേ ടു ഡേ ട്രേഡിംഗ് ഓപ്പറേഷൻസ്. ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. വർക്കിംഗ് ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷനാണ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. സോ ബിസിനസ്സിൻ്റെ കയ്യിൽ മിച്ചമുള്ളത് എന്താണോ, ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കയ്യിൽ ബാക്കിയിരിക്കുന്നത് എന്താണോ, ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. Okay, it is the relation between sales and working capital. It is known as working capital turnover ratio. And this ratio indicates how many times the working capital is turned over. Turned over means rotated. Okay, how many times the working capital is rotated to generate sales. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് എത്ര തവണ, ഹൗ മെനി ടൈംസ് വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ, ആ ഒരു ഫണ്ട് എത്ര തവണ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ബിസിനസ്സിന് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, അപ്പോൾ അത് നെറ്റ് സെയിൽസും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റേഷ്യോ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് നമ്മൾ പറഞ്ഞു. ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നെറ്റ് സെയിൽസ് എങ്ങനെയാണ് കാണാമെന്ന് നിങ്ങൾക്കറിയാലോ. ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺസ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ, ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും കൂടി ചേർത്ത് വരുന്ന ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. വർക്കിംഗ് ക്യാപിറ്റൽ കാണുക എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വി ക്യാൻ കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്സ്, ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. നെറ്റ് സെയിൽസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ ഡിഡക്റ്റ് ചെയ്താൽ നെറ്റ് സെയിൽസും കിട്ടും. ആ രണ്ട് ഐറ്റവും കിട്ടിക്കഴിഞ്ഞാൽ അതാണ് മെയിനായിട്ടുള്ള കോമ്പോണൻസ് എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ, നെറ്റ് സെയിലും വർക്കിംഗ് ക്യാപിറ്റലും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി സാധാരണഗതിയിൽ ഒരു സ്റ്റാൻഡേർഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് 7 or 8 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ് 7 or 8. എന്ന് വെച്ചാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ ദി വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഇൻ മേക്കിംഗ് സെയിൽസ്. ഓക്കെ, അപ്പോൾ എത്ര ഇഫക്റ്റീവായിട്ട് ഒരു ബിസിനസ് അവരുടെ കയ്യിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്തു എന്നാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാണിക്കുന്നത്. ഇറ്റ് മീൻസ് ഇറ്റ് മെഷേഴ്സ് ദി എഫിഷ്യൻസി ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഒരു ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയെയാണ് എന്ത് കാണിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി റേഷ്യോ ഹയർ ആണെങ്കിൽ ഇറ്റ് മീൻസ് ദർ ഈസ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഒരു ഹയർ റേറ്റ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ദി ബിസിനസ്. അങ്ങനെയാണെങ്കിൽ ലോവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ വളരെ കുറച്ചേ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളൂ എങ്കിൽ കൂടി അത് മോസ്റ്റ് ഇഫക്റ്റീവ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെയിൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു ഹയർ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
ഇനി ലോ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുക എന്താണ് ചെയ്യുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഇൻ ജനറേറ്റിംഗ് സെയിൽസ്. സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നതിൽ എന്ത് ചെയ്തിട്ടില്ല? വർക്കിംഗ് ക്യാപിറ്റൽ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നാണ് ലോ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഓക്കെ, ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ നെറ്റ് സെയിൽസും ഫിക്സഡ് അസറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് മെഷേഴ്സ് ദി എഫിഷ്യൻസി വിത്ത് വിച്ച് എ ഫേം ഇസ് യൂട്ടിലൈസിങ് ഇറ്റ്സ് ഫിക്സഡ് അസറ്റ്സ് ഇൻ ജനറേറ്റിംഗ് സെയിൽസ്. അപ്പോൾ നേരത്തെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയിൽ എന്താ പറഞ്ഞത്? ഹൗ എഫക്റ്റീവ്ലി ദ ബിസിനസ് ഈസ് യൂട്ടിലൈസിങ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ജനറേറ്റിംഗ് സെയിൽസ്. അതുപോലെ ഒരു ഓർഗനൈസേഷൻ എത്ര എഫക്റ്റീവായിട്ടാണ് അവരുടെ ഫിക്സഡ് അസറ്റ് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് ഏത്? ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ അപ്ലൈയിങ് ദി ഇക്വേഷൻ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ എന്താണ് നെറ്റ് സെയിൽസ് എന്ന് നിങ്ങൾക്കറിയാലോ. എന്താണ് നെറ്റ് സെയിൽസ്? ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. ഇനി എന്താണ് നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ? നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് മൈനസ് ഡിപ്രീസിയേഷൻ. ഫിക്സഡ് അസറ്റ്സിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ച് കിട്ടുന്ന അസറ്റ്സിനെയാണെന്ന് പറയാം നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫിക്സഡ് അസറ്റ്സ് എടുക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരിക്കലും ഇതിൽ വരില്ല, ഫിക്സഡ് അസറ്റ്സിൽ വരില്ല. ഓക്കെ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും സെയിൽസുമായിട്ട് അതിന് ബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഫിക്സഡ് അസറ്റ്സിൻ്റെ കാറ്റഗറിയിൽ എന്തെടുക്കാറില്ല? ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ എന്താണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ റേഷ്യോ ഇൻഡിക്കേറ്റിംഗ് ഹൗ എഫിഷ്യൻ്റ്ലി ദ ഫിക്സഡ് അസറ്റ്സ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ എ ബിസിനസ്. ഓക്കെ, ആൻഡ് ദ റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ഇൻ ഡിറ്റർമിനിങ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ് ഹാസ് ബീൻ അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഓഫ് ജനറേറ്റിംഗ് സെയിൽസ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഫിക്സഡ് അസറ്റ്സ് ഒക്കെ എത്ര എഫക്റ്റീവായിട്ട് നമ്മൾ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദർ ഈസ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഇനി ലോ റേഷ്യോ ആണെങ്കിലോ ലോ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദർ ഈസ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഓക്കെ, അതാണ് ഈ ഒരു റേഷ്യോ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ക്ലിയർ ആയോ?